ലൈഫ് ബിൽഡപ്പ് എങ്ങനെ ചെയ്യുന്നത്, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനെ പറ്റിയുള്ള ബുക്കാണ്. ഞാൻ അങ്ങനെയുള്ള ബുക്കാണ് മോസ്റ്റ്ലി വായിക്കാറ്. ഞാൻ ഇങ്ങനെ ശീലമില്ല ബുക്ക് വായിക്കുന്നത്. കഴിഞ്ഞ വർഷം എപ്പോഴും ഇരുന്നപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും പുതുതായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 3-4 ബുക്ക് വായിക്കുന്നുണ്ട്. ഇപ്പോൾ കറന്റ് സൈക്കോളജി അതാണ് വായിച്ചു തീർത്തു. ഇപ്പം കഴിഞ്ഞ കൊല്ലം വായിച്ചു തീർത്ത ഒരു ബുക്കാണ് അറ്റോമിക് ഹാബിറ്റ്സ്. ഇതിനെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ആക്ടിവിറ്റീസ് എങ്ങനെ നമുക്ക് അത് വെച്ച് നമ്മുടെ ലൈഫ് എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, ഒരു ഗോളിലുപരി നമ്മുടെ സിസ്റ്റം എങ്ങനെ ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഈ ബുക്കിനകത്ത് മെയിനായിട്ട് പറയുന്നത്. എന്ന് പറഞ്ഞാൽ സപ്പോസ് നമുക്ക് ഇപ്പം വലിയൊരു ഡ്രീം കാണും. സപ്പോസ് എന്തെങ്കിലും നീറ്റ് എക്സാം എഴുതുന്നവരോ അല്ലെങ്കിൽ ജെഇ എക്സാം അല്ലെങ്കിൽ എക്സാം അല്ല വർക്കൗട്ട് ചെയ്യുന്നവരായാലും എന്ത് പ്രൊഫഷനിൽ നിൽക്കുന്നവരായാലും അവർക്കൊരു അൾട്ടിമേറ്റ് ഗോൾ കാണും. പക്ഷെ അൾട്ടിമേറ്റ് ഗോൾ മാത്രം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ചെയ്തുകൊണ്ടേ ഇരിക്കത്തില്ലേ. ഒരു ദിവസം മോട്ടിവേഷൻ കാണും, പിറ്റേ ദിവസം കാണത്തില്ല, അടുത്ത ദിവസം കാണും, അങ്ങനെ. പക്ഷെ അതിൽ നിന്ന് മാറി ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ജസ്റ്റ് ഇത് പറഞ്ഞു വെക്കുന്നത്. നമുക്ക് ഡേ ടു ഡേ നമ്മൾ ഇത്ര ഒരുപാട് കഷ്ടപ്പെടണമെന്നല്ല, ഒരു 10 മണിക്കൂർ എടുത്ത് കഷ്ടപ്പെട്ട് ആഴ്ചയിൽ വെറും ഒരു ദിവസം 10 മണിക്കൂർ പഠിച്ചിട്ട് കാര്യമില്ല. ആഴ്ചയിൽ ഒരു 2 മണിക്കൂർ വീതം ഡെയിലി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം ഇമ്പ്രൂവ് ആവും. അത് റിവൈസ് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ അത് കിടക്കുകയും ചെയ്യും. അത് കിടക്കേ ഉള്ളൂ. ഇത് സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഒരു ഹാബിറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ബുക്ക് മെയിനായിട്ട് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഇതിനകത്ത് 4 കാര്യങ്ങളാണ്, 4 സ്റ്റേജസ് ആണ് നമുക്ക് ഒരു ഹാബിറ്റ് ഉണ്ടാകുന്നത്, ഷേപ്പ് ചെയ്യാൻ കാരണമാകുന്നത്. ക്യൂ, ക്രേവിങ്സ്, റെസ്പോൺസ്, റിവാർഡ്. ക്യൂ എന്ന് വെച്ചാൽ ജസ്റ്റ് ട്രിഗർ. സപ്പോസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് ആവും, അങ്ങനെ നമ്മൾ ആദ്യം അതിനെപ്പറ്റി എന്തോ അവെയർ ആവും. അതിൽ നിന്ന് പിന്നെ മോട്ടിവേറ്റ് ആവുക, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ചെറുതായിട്ട് മനസ്സിലാക്കുക, പിന്നെ ആക്ഷൻസ് എടുക്കുക. നമ്മൾ അതേപോലെ തന്നെ ഈ കാണുന്നത് മാത്രം കണ്ടുകൊണ്ടിരിക്കാതെ നമ്മൾ അതിനുവേണ്ടി ചെറിയ ആക്ഷൻസ് എങ്കിലും ചെയ്താൽ മാത്രമേ നമുക്ക് അതിനകത്തോട്ട് ഇറങ്ങാനുള്ളൂ. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ റിവാർഡ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ സോഷ്യൽ ആക്ടിവിറ്റി ആക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം സപ്പോസ് ഒരാളെ സഹായിക്കാൻ ചെറിയ മനസ്സ് മതി. ഒരാൾക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ചു കൊടുക്കാൻ എന്തെങ്കിലും ഒരു മനസ്സ് കാണിച്ചു കഴിഞ്ഞിട്ട് മനസ്സ് മാത്രം പോരാ, സിമ്പതി മാത്രം പോരാ, എമ്പതി വേണമെന്ന് പറയില്ല. അതാണ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചെറിയൊരു സാക്രിഫൈസ് പോലെ ഷേപ്പാണ് നമുക്കൊരു ഹാബിറ്റ് തുടങ്ങാനായിട്ട്. ക്യൂ, ക്രേവിങ്സ്, റെസ്പോൺസ്, റിവാർഡ്. ബേസിക്കലി പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്കൊരു ഹാബിറ്റ് തുടങ്ങണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ, ഇത് ബുക്ക് ബേസ്ഡ് അല്ല, നമ്മൾ റീലൊക്കെ കാണുമല്ലോ. അപ്പൊ നിങ്ങൾക്ക് റാൻഡമായിട്ട് ഒരു റീലിനകത്ത് കയറി വന്ന സാധനമാണ് ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയും. ഇതിനകത്ത് നമുക്ക് ഡെയിലി ചെയ്യാനുള്ള ഒരു മാസത്തിൽ, ജൂൺ മാസമല്ലേ, അപ്പൊ നിങ്ങൾക്ക് ജൂൺ മാസത്തിൽ ഓരോ ദിവസം ഒരു 10 കാര്യം വരും ഇതിനകത്ത് മിനിമം. ഈ 10 കാര്യം വരും ഇതിനകത്ത്. ഈ 10 കാര്യം എഴുതുക, ഡെയിലി ചെയ്യുന്ന കാര്യം. ഇപ്പം ചിലര് രാവിലെ എണീറ്റ് 1 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുന്നതാണെങ്കിൽ അത്, അല്ലെങ്കിൽ ബുക്ക് വായിക്കുന്നതാണെങ്കിൽ അത്, ചിലപ്പോൾ 4 ലിറ്റർ വെള്ളം കുടിക്കുന്നതാണെങ്കിൽ അത്, ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നത്, അങ്ങനെ നമുക്ക് എന്താണ് വേണ്ടത് അത് എഴുതി വയ്ക്കുക. പണ്ടത്തെ സ്കൂളിലെ പരിപാടിയല്ല, ടൈം ടേബിൾ ഉണ്ടാക്കുന്ന നടക്കുന്ന പരിപാടി. അത് കഴിഞ്ഞിട്ട് അതിന്റെ തൊട്ട് താഴെ നമുക്ക് ഗ്രാഫ് വരയ്ക്കാം. അത്യാവശ്യം എല്ലാവർക്കും ഗ്രാഫൊക്കെ വരയ്ക്കാൻ അറിയാം, സിമ്പിൾ. നമ്മൾ ഇതിനകത്ത് 3 തൊട്ട് 10 വരെയാണ് കിടക്കുന്നത്. 3 എന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു ഡേ 3 എണ്ണമെങ്കിലും ചെയ്യണം. അത് വെച്ച് നമുക്ക് ഈ ഗ്രാഫ് വരയ്ക്കാൻ നോക്കും. ഈ ഡേറ്റും ഈ പോയിന്റ്സും കമ്പയർ നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ 10 എണ്ണത്തില് നമ്മളിപ്പോ 10 എണ്ണം ചെയ്യുവാണെങ്കിൽ ഏറ്റവും മണ്ടയിൽ ഒരു ഡോട്ട് ഇടാക്കും. അടുത്ത ദിവസം 9 എണ്ണം ചെയ്തോളെങ്കിൽ അടുത്ത ഡോട്ട്, അങ്ങനെ ചെയ്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഗ്രാഫ് ഇങ്ങനെ വരും. അപ്പൊ നമ്മുടെ ഡെയിലി ആക്ടിവിറ്റി ഒരു ഗെയിം പോലെ ആക്കാം. നമ്മുടെ ഗ്രാഫ് എങ്ങനെ പോകുന്നു, നമ്മുടെ ഡെയിലി നമ്മൾ പറയത്തില്ല, ചില ദിവസം നമ്മൾ മോട്ടിവേറ്റഡ് അല്ല, ചില ദിവസം മോട്ടിവേറ്റഡ് ആണ് എന്നുള്ള സംഭവങ്ങൾ പറയത്തില്ല. അപ്പം ആക്ടിവിറ്റി നോക്കുമ്പോഴത്തേക്കും ഗ്രാഫ് പൊങ്ങുവാണോ താഴുവാണോ എന്ന് അറിയാം. നമുക്ക് ഒരു മാസം കഴിയുമ്പോൾ നമ്മുടെ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മളോട് തന്നെയുള്ള റിവ്യൂ നോക്കാം. ഇപ്പൊ ഡെയിലി നമുക്ക് കണ്ടുവരുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസത്തെ കാര്യം തന്നെ അടുത്ത ദിവസം നടക്കുന്നത്. ഭയങ്കര സിസ്റ്റമാറ്റിക്, നമുക്ക് ഓർക്കാൻ പോലും ഒക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഒരേ സെയിം സംഭവമാണ്. ഇപ്പം എല്ലാവരും ജോബിന് വേണ്ടി നടക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും. എല്ലാ ദിവസവും സെയിം റിപ്പീറ്റേഷൻ തന്നെയാണ് നടക്കുന്നത്. റിപ്പീറ്റേഷൻ വേണ്ടെന്നല്ല, വേണം. ബട്ട് അതിനകത്ത് ഡെയിലി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് അറിയാവുന്നത്. വളരെ നല്ല രീതിയിൽ